എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്തു കേട്ടോ. അതുപോലെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുന്ന കൂട്ടുകാർക്കും കമൻറ്റ് ചെയ്യുന്ന കൂട്ടുകാർക്കും എൻ്റെ വീഡിയോ ഒന്ന് കാണുന്ന കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ ഇന്ന് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രസ്സിൻ്റെയൊക്കെ കഴുത്തുകളൊക്കെ എപ്പോഴും മനോഹരമാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയേണ്ടത്. അത് സ്റ്റിഫ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ കഴുത്ത് സ്റ്റിച്ച് ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നില്ല, കഴുത്തുകളെല്ലാം നമ്മൾ ഇന്ന് അടയാളം ചെയ്ത് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഒരു 3-4 കഴുത്തുകൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് സ്റ്റിഫിൽ നമ്മൾ അടയാളം ചെയ്ത് കട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ തുണിയിലും നമ്മൾ എങ്ങനെയാണ്, ഇനി സ്റ്റിഫ് ഇല്ലെങ്കിൽ തുണിയിലും നമുക്ക് എങ്ങനെ ചെയ്ത് കറക്റ്റായിട്ട് ഒരു കഴുത്തിൻ്റെ ആകൃതിയിൽ കട്ട് ചെയ്തെടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റിഫ് കേട്ടോ. സ്റ്റിഫ് എന്ന് പറയുമ്പോൾ 2 രീതിയിലുണ്ട്. ഒന്ന് കട്ടി കൂടിയതും ഒന്ന് കട്ടി കുറഞ്ഞതുണ്ട്. നല്ല പശയുള്ളത് ഷർട്ടിനൊക്കെ വെക്കുന്ന കട്ടി കൂടിയ സ്റ്റിഫാണ്. നമുക്ക് ചുരിദാറിനൊക്കെ വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് അത്ര കട്ടിയില്ല. ഇതിൻ്റെ ഒരു വശത്ത് പശയുണ്ട്. സ്റ്റിഫിൻ്റെ ഒരു വശം പശ, ഒരു വശം പശയില്ലാത്ത സൈഡുമാണ്. നമ്മൾ പശയുള്ള വശമാണ് നമ്മൾ ഡ്രസ്സിൽ വെച്ച് പിടിക്കുന്നത്. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ സ്റ്റിഫ് നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ ഈ സ്റ്റിഫിന് വലിയ വിലയൊന്നുമില്ല കേട്ടോ, കുറച്ച് വിലയൊക്കെ ഉള്ളൂ. കാമീറ്ററൊക്കെ നമുക്കൊരു 10-25 രൂപയുടെ ഉള്ളിൽ തന്നെ കിട്ടും. പിന്നെ വില കൂടിയതും ഉണ്ട് കേട്ടോ. അപ്പോൾ ചുരിദാറിനൊക്കെ വെക്കുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു വിലയുടെയൊക്കെ വെച്ചാൽ മതി. ഈ ഷർട്ടിനൊക്കെ വെക്കുമ്പോൾ നമ്മൾക്ക് ഇച്ചിരി വില കൂടിയത് വെക്കുകയാണെന്നുള്ള നല്ലതാണ്. പക്ഷേ ആ സ്റ്റിഫ് എന്ന് പറയുമ്പോൾ ഇച്ചിരി കൂടെ കട്ടി കൂടിയ സ്റ്റിഫാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തുണിയിൽ തന്നെയുള്ള കഴുത്തൊന്ന് കട്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു സ്ക്വയറായിട്ടൊരു തുണി എടുത്തിട്ടുണ്ട്. നിങ്ങൾ പകരം ഒരു പേപ്പർ എടുത്തോ, ന്യൂസ് പേപ്പർ എടുത്തിട്ട് 2ആയിട്ട് മടക്കിയിടുക. മടക്കിയിട്ടതിന് ശേഷം കഴുത്തിൻ്റെ ഇറക്കമാണ് എടുക്കുന്നത് കേട്ടോ. ഇതിപ്പം ഒരു ചുരിദാറായിട്ട് നിങ്ങളുടെ മനസ്സിൽ കണക്ക് കൂട്ടാം, അല്ലെങ്കിൽ ഒരു ഫ്രോക്കോ അല്ലെങ്കിൽ നൈറ്റോ എന്തോ ആയിക്കോട്ടെ. അങ്ങനെ ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ആ തുണിയിൽ കഴുത്ത് കറക്റ്റായിട്ട് അടയാളം ചെയ്യുന്നു എന്ന് മാത്രം മനസ്സിൽ കണക്ക് കൂട്ടുക. തുണി ഇപ്പോൾ ചെറിയൊരു പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ കഴുത്തിൻ്റെ ആദ്യം തന്നെ ഇറക്കം അടയാളം ചെയ്തു കേട്ടോ. 4 ഇഞ്ച് അടയാളം ചെയ്ത് 2 ഇഞ്ച് അകലമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അകലം എടുത്തെടുത്തുനിന്ന് തൊട്ട് താഴോട്ട് വീണ്ടും ടേപ്പ് താഴോട്ട് വെച്ചിട്ട് 4 ഇഞ്ച് അടയാളം ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു സ്കെയിൽ എടുത്തത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കറക്റ്റായിട്ട് ഞാൻ അടയാളം ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ. വരയിടുന്നതൊക്കെ നമുക്ക് കറക്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ആ സ്കെയിലെടുത്ത് കറക്റ്റായിട്ട് 4 ഇഞ്ച് താഴോട്ട് വരച്ചു കൊടുത്ത് അതിന് ശേഷം ഇതാ താഴെ വശത്ത് അകലം 2 ഇഞ്ച്, ആ മേളിൽ അകലം എടുത്ത് ആ സെയിം തന്നെ താഴെ ആ സെയിം തന്നെയാണ് അകലം എടുക്കുന്നത്. അപ്പോൾ ഇത് സ്ക്വയർ കഴുത്താണ് നമ്മൾ വെട്ടുന്നത്. ഇതിപ്പോൾ നമ്മുടെ ഡ്രസ്സിൽ ഏത് ഡ്രസ്സിലാണോ ആദ്യം നമ്മളിപ്പോൾ സ്റ്റിഫ് വെക്കാത്ത ഒരു തുണിയിൽ നമ്മൾ ഡ്രസ്സിൽ ആദ്യം കഴുത്ത് വെട്ടും. അങ്ങനെ മനസ്സിൽ ചിന്തിച്ച് ഇതങ്ങ് നമ്മൾ അടയാളം കറക്റ്റായിട്ട് ചെയ്ത് ഈ തുണിയിൽ ആദ്യം നമ്മളിപ്പോൾ സ്ക്വയറായിട്ടുള്ള കഴുത്ത് നമ്മൾ വെട്ടിയെടുക്കുകയാണ്. അതിനുവെച്ചാൽ ഇനി നമ്മൾ മുന്നോട്ടുള്ള സ്റ്റിച്ചിങ്ങിലെല്ലാം കഴുത്തൊക്കെ നമ്മൾ ഡ്രസ്സിൽ അടയാളം ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്കിപ്പോൾ കാണിക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിനിപ്പോൾ കൈക്കുഴി മാത്രം നമ്മൾ വെട്ടിയിട്ടില്ല, ഇപ്പോൾ കഴുത്ത് മാത്രമാണ് ഒരു ചെറിയൊരു സ്ക്വയർ പീസിൽ വെട്ടി കാണിച്ചിരിക്കുന്നത്. അപ്പം അതിൽ ആ തുണിയിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ സ്ക്വയറായിട്ട് കഴുത്തിൻ്റെ അടയാളം ചെയ്ത് കഴുത്ത് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ സ്റ്റിഫ് ഇല്ലാതെ തയ്ക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ തുണിയിൽ ആദ്യം കഴുത്ത് വെട്ടിയെടുക്കുമല്ലോ, അതേപോലെ ഞാനിപ്പോൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ആ വെട്ടിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ വെട്ടി ഒരു പീസ് കണ്ടോ, ഈ സ്ക്വയറായിട്ടിരിക്കുന്ന ഈ ഒരു പീസ് നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് അടുത്ത ഒരു ചെറിയൊരു തുണി എടുക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രസ്സിൽ ഇപ്പോൾ കഴുത്ത് വെട്ടിയതായിട്ട് നമ്മൾ ഒരു തുണിയിൽ വെട്ടിയല്ലോ. ഇനി ആ കഴുത്ത് തയ്ക്കാനായിട്ട് അതേപോലെ തന്നെ ഒരു സ്ക്വയറായിട്ടൊരു തുണി വെട്ടിയെടുക്കണം. അപ്പോൾ ഒരു ചെറിയ തുണ്ട് പീസ് എടുക്കുക, എടുത്തിട്ട് അത് 2ആയിട്ട് മടക്കുക. ഇനി ഇതിൽ അളവെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിതാ ഞാൻ ആ വെട്ടിയ ഒരു പീസ് ഉണ്ടല്ലോ, ഇതിങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് അങ്ങ് നമുക്ക് കൈ പിടിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ അങ്ങ് വെട്ടിയെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ആ ഒരു പീസ് ഇതാ കറക്റ്റായിട്ട് 2ആയിട്ട് മടക്കിയ തുണിയിൽ ഇതാ സ്വല്പം കയറ്റി വെക്കണം കേട്ടോ. അപ്പോൾ താഴോട്ട് അത്രയും കിടക്കണം. ഞാൻ കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് അത്രയും ഗ്യാപ്പ് താഴോട്ട് കിടക്കണം. അത് അവിടെ ഒന്ന് അടയാളം നമുക്ക് ചെയ്ത് വെച്ചേക്കാം. തുടക്കം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇതിങ്ങനെ വെച്ചുകൊണ്ട് തന്നെ നമുക്കൊന്ന് കത്രി വെച്ചിട്ട് കറക്റ്റായിട്ട് വെട്ടിയെടുക്കാനുള്ളൂ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യേണ്ട. കറക്റ്റായിട്ട് അത് ഒന്ന് അടയാളം ചെയ്യുക, ചോക്ക് വെച്ചിട്ട് അത് തന്നെ വെച്ചിട്ട് നമുക്ക് നമ്മൾ അടയാളം ചെയ്യുന്നത് വളഞ്ഞും ചെരിഞ്ഞും പോകാതിരിക്കാൻ വേണ്ടി ഈ സ്കെയിൽ വെച്ച് തന്നെ താഴോട്ട് ഞാനിപ്പോൾ ഒന്ന് വരച്ച് കാണിക്കുകയാണ്. അതിനുശേഷം ഇതാ അതിൻ്റെ അകലം കണ്ടോ, അതും കൂടെ നമുക്കൊന്ന് സ്കെയിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ പഠിച്ച് നമ്മൾ കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ പിന്നീട് അതൊന്നും അളവെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു തുണ്ട് കഷ്ണം വെച്ചിട്ട് കൈ ഇങ്ങനെ കറക്റ്റായിട്ട് അതിൻ്റെ മേളിൽ ഒന്ന് പിടിച്ചിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ആ ഒരു സ്ക്വയർ പീസ് നമ്മൾ വെട്ടിയെടുത്ത് അത് വെച്ച് അടയാളം ചെയ്ത് കാണിച്ചിട്ട്
ഇപ്പോൾ നമ്മളിതാ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ കട്ട് ചെയ്തെടുക്കുന്ന തുണിയാണ് നമ്മുടെ ചുരിദാറെന്നോ അല്ലെങ്കിൽ ഫ്രോക്കെന്നോ സങ്കല്പിച്ച് നമ്മളവിടെ ആദ്യം ഒരെണ്ണം വെട്ടി വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ മേളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ സ്ക്വയർ കഴുത്തിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെയായിട്ടുള്ള കഴുത്തിൻ്റെ ആകൃതിയിൽ തന്നെ ഒരു തുണിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് സ്റ്റിഫ് ഇല്ലെങ്കിൽ തുണിയിൽ തന്നെ കഴുത്തുകൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ വെട്ടിവെച്ചത് നമ്മുടെ ഡ്രസ്സിൽ കഴുത്ത് വെട്ടി എന്നുള്ളത് ചിന്തിക്കുക. അതിൽ വെച്ച് തയ്ക്കാനുള്ളതാണ് വീണ്ടും നമ്മളൊരു സ്ക്വയറായിട്ടുള്ളൊരു തുണി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ തയ്ച്ച് പിടിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ 3 സൈഡും നമുക്ക് തയ്ക്കേണ്ടി വരും. ഞാനിപ്പോൾ കൈവച്ച് കാണിക്കുന്നുണ്ടോ, ഇതുപോലെ സൈഡ് മടക്കി അകത്തോട്ട് തയ്ച്ച് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഏത് ഡ്രസ്സാണോ ആ ഡ്രസ്സിൽ വെച്ചിട്ട് തയ്ക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൈക്കുഴിയൊന്നും വെട്ടാതെ കഴുത്ത് മാത്രം ഒരു തുണിയിൽ വെട്ടിയേക്കാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് ഇതുപോലെ വെട്ടി പഠിക്കണം കേട്ടോ. പഠിക്കുന്ന കൂട്ടുകാരാണ് ഈ വീഡിയോ കാണുന്നെങ്കിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പം ഞാനങ്ങനെ ഒരു തുണിയിൽ തന്നെ സ്ക്വയറായിട്ടൊരു തുണി കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ ആദ്യം വെട്ടിയെടുത്തത് നമ്മുടെ ഡ്രസ്സിൽ കഴുത്ത് വെട്ടി എന്നുള്ളത് ചിന്തിക്കണം. അങ്ങനെ ഒരു സ്ക്വയർ പീസ് തുണിയെടുത്തു. നമുക്കിപ്പം ഫുള്ളായിട്ട് കൈക്കുഴിയും വെട്ടി ഒരു തുണിയെടുത്ത് ആദ്യം നിങ്ങളെ കാണിക്കാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് ചെറിയൊരു സ്ക്വയർ പീസിൽ നമ്മുടെ കഴുത്ത് മാത്രം ഞാൻ വെട്ടി കാണിച്ചിരിക്കുന്നത്. അങ്ങനെ തുണിയിൽ എങ്ങനെയാണ് നമ്മൾ സ്ക്വയറായിട്ട് കഴുത്ത് വെട്ടുന്നതെന്നും അതിന് വേണ്ടിയിട്ട് കഴുത്തിൽ പിടിപ്പിക്കുന്ന തുണി എങ്ങനെ സ്ക്വയറായിട്ട് എളുപ്പത്തിൽ വെട്ടിയെടുക്കാമെന്നുള്ളതാണ് നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തന്നത്. അത് കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സ്റ്റിഫിൽ കഴുത്ത് വെട്ടിയെടുക്കുക. ആ സെയിം സ്ക്വയറായിട്ടുള്ള തുണി സ്റ്റിഫിൽ എങ്ങനെ വെട്ടിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു ചെറിയ പീസ് സ്റ്റിഫ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രയും മാത്രമായിട്ട് സ്റ്റിഫ് കട്ട് ചെയ്ത് എടുക്കണം. ഇപ്പം ഞാൻ ആ സ്റ്റിഫ് 2ആയിട്ട് മടക്കിയിട്ടുണ്ട്. ആ 2ആയിട്ട് മടക്കിയ സ്റ്റിഫിൽ നമ്മൾ ആദ്യം അളവെടുത്തല്ലോ. ഇപ്പോൾ കഴുത്തിനൊക്കെ ഓരോ അളവായിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ അളവ് കണക്കാക്കണ്ട, എങ്ങനെ വെട്ടുന്നതെന്നുള്ളത് മാത്രം നിങ്ങൾ കണ്ടുപഠിച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന അളവെന്ന് പറഞ്ഞ ഒരു കൊച്ചു കഴുത്തിൻ്റെ ഒരു രീതിയിലാണ് 2 ഇഞ്ച് അകലോ 4 ഇഞ്ച് ഇറക്കം. അതാണ് ഞാൻ ഈ ഒരു അളവ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് ഈ ഒരു സ്റ്റിഫ് 2ആയിട്ട് മടക്കി വെച്ചിട്ട് കഴുത്തിൻ്റെ അകലവും എടുത്തു, സ്റ്റിഫിൽ കഴുത്തിൻ്റെ ഇറക്കവും എടുത്തു, താഴെ നിന്നുള്ള അകലവും എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ സ്ക്വയറായിട്ട് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ആ സ്ക്വയർ വരച്ച പോലെ തന്നെ കുറച്ചുകൂടെ മാറ്റി, ഇത് കണ്ട ഞാൻ സ്കെയിൽ വെച്ചിട്ടുണ്ട്, അതൊന്ന് വീണ്ടും നമ്മളൊരു സ്ക്വയർ ആക്കുകയാണ് കുറച്ചുകൂടെ അകലത്തിൽ. ഞാൻ ഈ അടയാളം ചെയ്യുന്നത് നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഞാൻ ഒന്നും കൂടെ ക്ലിയറായിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നമ്മുടെ കഴുത്തിൻ്റെ അതേ അടയാളം തന്നെ നമ്മൾ സ്ക്വയറായിട്ട് ആദ്യം അടയാളം ചെയ്തു, കുറച്ചുകൂടെ ക്യാപ്പ് ഇട്ടിട്ട് സ്ക്വയറായിട്ട് നമ്മൾ ആ സ്റ്റിഫിൽ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റിഫിൽ നമ്മൾ സ്ക്വയറായിട്ട് നമ്മൾ കഴുത്തടയാളം ചെയ്ത് കഴുത്ത് വെട്ടിയെടുത്തിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ തയ്ക്കാൻ പോകുന്ന ചുരിദാറോ അല്ലെങ്കിൽ നൈറ്റിയോ അല്ലെങ്കിൽ ഫ്രോക്കോ എന്തോ ആയിക്കോട്ടെ, ആ ഒരു ഡ്രസ്സിൽ നമ്മൾ കഴുത്ത് അടയാളം ചെയ്തിട്ട് കട്ട് ചെയ്യത്തില്ല കേട്ടോ. ഇതുപോലെ സ്റ്റിഫിലാണ് നമ്മൾ കഴുത്ത് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ അത് വേറൊരു തുണിയിൽ വെച്ച് തേച്ചിട്ട് പിന്നെ നമ്മൾ നമ്മുടെ ഡ്രസ്സിൽ കഴുത്ത് വെട്ടത്തില്ല കേട്ടോ. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് പതിയെ അതൊക്കെ പഠിക്കാം. ഇന്ന് ഞാൻ ഈ സ്റ്റിഫ് തുണിയിൽ വെച്ച് എങ്ങനെയാണോ തേച്ച് പിടിപ്പിക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കറക്റ്റായിട്ട് ആ സ്ക്വയറായിട്ടുള്ള കഴുത്ത് നമ്മൾ സ്റ്റിഫിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്ക്വയർ കഴുത്ത് വെക്കാനായിട്ട് ഒരു ചെറിയൊരു സ്ക്വയർ പീസിലൊരു തുണി വേണം. അപ്പോൾ ഞാനിവിടെ ഒരു തുണി എടുത്തിട്ടുണ്ട്. ആ തുണിയുടെ മേളിലേക്ക് നമ്മൾ വെട്ടിയ കഴുത്ത് എടുത്തത് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കണം. നമുക്ക് ആവശ്യമുള്ളത്രയും തുണി കട്ട് ചെയ്തെടുക്കാനാണേ. ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പം വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് കുറച്ച് തുണി അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. അതിനാവശ്യമുള്ളത്രയും മതി. എന്നിട്ട് നമ്മുടെ കഴുത്ത് ലെവലായിട്ട് വെക്കണേ. ലെവലായിട്ട് വെച്ച് എക്സ്ട്രാ തുണി അങ്ങോട്ടെങ്ങാനും മുന്നോട്ട് കിടപ്പുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ അതാ കുറച്ച് എക്സ്ട്രാ തുണി അവിടെ കിടപ്പുണ്ട്, അതും കൂടെ ഒന്ന് ഞാൻ ലെവൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു സ്ക്വയർ പീസ് തുണിയിൽ നമ്മുടെ സ്ക്വയർ കഴുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനി തേച്ച് പിടിപ്പിക്കണ്ടേ. ഒരു വശത്ത് ഇതിൻ്റെ പശയാണ്. അപ്പോൾ നമ്മൾ ആ സ്ക്വയർ പീസ് തുണിയിൽ പശയുള്ള വശം ആ സ്റ്റിപ്പ് വെക്കുക. കറക്റ്റായിട്ട് ലെവലായിട്ടൊക്കെ ഇതുപോലെ വെക്കണം. വെച്ചിട്ട് നമ്മുടെ തേപ്പോട്ടി നല്ലവണ്ണം ചൂടാക്കണം. തേപ്പോട്ടിക്ക് ചൂടില്ലെങ്കിൽ നമ്മൾ ഈ സ്റ്റിഫിൽ തേക്കുമ്പോൾ ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ.
അപ്പോൾ ഞാനിവിടെ തേപ്പൊട്ടി നന്നായിട്ട് ചൂടാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റിഫിൽ കഴുത്തിൻ്റെ ആ ഒരു സൈഡിൽ ഇങ്ങനെ കൈ പിടിച്ചിട്ട് വേണം ആദ്യം ഒരു സൈഡിൽ തേക്കാൻ. അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത സൈഡ് തേക്കാൻ. ഇപ്പം ഞാൻ എങ്ങനെയാണോ തേച്ച് പിടിപ്പിക്കുന്നതെന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ തേപ്പൊട്ടിക്ക് നല്ല ചൂടുള്ളത് കൊണ്ടാണ് അത് വെക്കുമ്പോൾ തന്നെ ആ ഒരു തുണിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഡ്രസ്സിൽ കഴുത്ത് വെട്ടാതെ സ്റ്റിഫിൽ കഴുത്ത് വെട്ടിയെടുത്തിട്ട് നമ്മൾ ഒരു സ്ക്വയർ പീസ് തുണിയിൽ ഇതുപോലെ, ഇപ്പോൾ സ്ക്വയർ കഴുത്താണെങ്കിൽ ഇതുപോലെ തേച്ച് പിടിപ്പിക്കും. എന്നിട്ട് ഇത് കണ്ട് ഞാൻ കൈ കൊണ്ട് കാണിച്ചിരിക്കും, സൈഡ് ഇങ്ങനെ മടക്കി ആ സ്റ്റിഫിൻ്റെ അങ്ങോട്ട് ആ തുണി അങ്ങോട്ട് തയ്ച്ച് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഏത് ഡ്രസ്സിലാണോ കഴുത്ത് തയ്ക്കുന്നത് ഇത് കറക്റ്റായിട്ട് വെച്ച് കഴുത്ത് തയ്ക്കുന്നത്. അപ്പോൾ അത് പിന്നീട് ഞാൻ കഴുത്ത് തയ്ക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ സ്റ്റിഫുമായിട്ട് കഴുത്ത് തയ്ക്കുന്ന സമയത്ത് അത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്റ്റിഫിൽ കഴുത്ത് വെട്ടുന്നതെന്നുള്ളത് മനസ്സിലായല്ലോ കൂട്ടുകാർക്ക്. അത് തേച്ച് പിടിപ്പിക്കുന്നതും എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ അടുത്തൊരു കഴുത്ത് വെട്ടാൻ പോവാണ്. അപ്പോൾ അതിന് അടുത്ത കഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ കട്ടിങ്ങിൽ 2 കഴുത്ത് ആണ് നമ്മളിത് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ശ്രദ്ധിച്ചോ. ഇപ്പോൾ കഴുത്തിൻ്റെ അകലവും ഇറക്കവും നമ്മൾ ആദ്യം എങ്ങനെ എടുത്തോ അതേപോലെ തന്നെ ഒരു ഊഹം വെച്ചുള്ള ഒരു അടയാളം എടുത്തു. ഇപ്പോൾ 4 ഇഞ്ച് ഇറക്കമോ 3 ഇഞ്ച് ഇറക്കമോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ഇറക്കവും കഴുത്തിൻ്റെ അകലവും എടുത്തോളൂ. അതുപോലെ ഞാനിവിടെ കറക്റ്റായിട്ട് ഇറക്കവും അകലവും ഒക്കെ അടയാളം ചെയ്യുന്നുണ്ട്. അത് കറക്റ്റായിട്ട് നമ്മളിപ്പം ഒരു യു കഴുത്താണ് വെട്ടേണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് സ്ക്വയർ പോലെ ആക്കിയിട്ടാണ് നമ്മളതിൽ യു കഴുത്ത് ആക്കുന്നത്. ഇത് ഈ കഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ യു ആക്കും, യു ആക്കിയിട്ട് അതിൻ്റെ താഴോട്ടൊരു വി പോലെ ആക്കുകയാണ്. 2 രീതിക്കാണ് ഈ ഒരൊറ്റ കഴുത്തിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മളിപ്പോൾ സ്ക്വയറായിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. കഴുത്തിൻ്റെ ഇറക്കവും അകലവും ഒക്കെ അടയാളം ചെയ്ത് വരച്ച് കൊടുത്തതിന് ശേഷം അത് അകത്ത് ഞാനൊരു യു ആക്കിയിട്ടുണ്ട്. ഞാൻ ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ എന്താണെന്ന് അറിഞ്ഞുകൂടാ, നമ്മുടെ ഈ സ്റ്റിഫ് വെള്ളയായതുകൊണ്ടാണോ നടത്തില്ല, നമ്മുടെ മൊബൈലിൽ വെട്ടം അടിക്കുമ്പോഴത്തേനും അത് ക്ലിയറായിട്ട് വരുന്നില്ല കേട്ടോ. അപ്പം ഫ്രണ്ട് ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഇത് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാനിനി ബാക്ക് ക്യാമറ വെച്ച് കാണിക്കാം. കണ്ടോ, ഇത് കണ്ടോ, നമ്മളിപ്പം സ്ക്വയറായിട്ട് അടയാളം ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നിർത്തി യു ആക്കിയിട്ടുണ്ട്. അപ്പോൾ യു ആക്കി കഴിഞ്ഞു. അപ്പോൾ കുറച്ചുകൂടെ അകലെ വിട്ട് അതുപോലെ തന്നെ യു പോലെ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വേണം നമ്മളിപ്പോൾ യു കഴുത്ത്. ഇപ്പോൾ ഈ യു കഴുത്ത് വെട്ടിക്കഴിഞ്ഞ് താഴോട്ട് ഞാൻ കൈ വെച്ച് ഇങ്ങനെ ഇതാ ജസ്റ്റ് ഒരു അടയാളം ചെയ്ത് കാണിക്കുന്നുണ്ടോ, ഇതാ ഇങ്ങനെ. അപ്പോൾ അതൊരു യു പോലെ വന്നിട്ട് താഴോട്ട് ഒരു ചെറിയ വി പോലെ കൊടുക്കുന്ന കഴുത്തുകളൊക്കെ കണ്ടിട്ടില്ലേ, ആ ഒരു രീതിക്കാണ് കേട്ടോ. ആദ്യം നമുക്കിത് യു ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ചെറിയൊരു വിയും കൂടെ വരുന്ന രീതിയിൽ ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം വി കഴുത്ത് എങ്ങനെ വെട്ടുന്നതെന്നുള്ള പഠിച്ചു. അടുത്ത നമുക്ക് യു കഴുത്ത് വെട്ടാം. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് വെട്ടിയെടുക്കണം കേട്ടോ. അതിന് ശേഷം പിന്നെ റൗണ്ടിലൊന്നും കൂടെ നമ്മൾ അടയാളം ചെയ്തിട്ടുണ്ട്. ഇതുപോലെ അതൊന്ന് റൗണ്ടാക്കി എടുക്കണം കേട്ടോ സ്റ്റിഫ്. അപ്പോൾ ആദ്യം ഇങ്ങനെ ചെയ്യണേ. ഇനി ഞാനിത് നൂർത്തി കാണിക്കാം. ഇതിപ്പോൾ ഒരു നല്ലൊരു യു കഴുത്താണ് നമ്മൾ സ്റ്റിഫിൽ വെട്ടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ യു കഴുത്ത് എങ്ങനെയാണ് വെട്ടുന്നതെന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ രണ്ടാമത്തെ കഴുത്തം വെട്ടിക്കാണിച്ചു. ഇനി ഇത് നമുക്ക് മൂന്നാമത്തെ രീതിയിലുള്ള ഒരു കഴുത്താക്കണമെങ്കിൽ താഴോട്ടൊരു വി പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം അടയാളം ചെയ്തിട്ടുണ്ടല്ലോ, അത് ഇതുപോലെ ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക. കണ്ടോ, ഇപ്പോൾ നമുക്ക് അടുത്തൊരു കഴുത്തും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പം 3 കഴുത്തുകളാണ് നമ്മളിപ്പം വെട്ടി കാണിച്ചിരിക്കുന്നത്. 3 ഫാഷനായി. ഇപ്പോൾ വി കഴുത്തായി, യു കഴുത്തായി, യു കഴുത്ത് വന്നിട്ട് ഒരു ചെറിയ വി പോലുള്ള കഴുത്തുമായി. അപ്പോൾ അങ്ങനെ 3 കഴുത്തുകൾ കാണിച്ചു. അടുത്ത ഒരു കഴുത്തുകൂടെ കാണിക്കാം. വി കഴുത്താണ്, ഇനി ശരിക്കുള്ള വി കഴുത്താണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ 2ആയിട്ട് ഞാൻ മടക്കിയിട്ടിട്ടുണ്ട്. ചെറിയൊരു പീസ് സ്റ്റിഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ അടയാളം ചെയ്ത പോലെ കഴുത്തിൻ്റെ ഇറക്കവും കഴുത്തിൻ്റെ അകലമൊക്കെ കറക്റ്റായിട്ട് അടയാളം ചെയ്യുക. വി കഴുത്തിനെ നമ്മൾ സ്ക്വയർ പോലെ ഒന്നും ആക്കിയിട്ടല്ല കേട്ടോ വി കഴുത്ത് അടയാളം ചെയ്യുന്നത്. കറക്റ്റായിട്ടുള്ള ഇറക്കം താഴോട്ട് ആദ്യം ഞാൻ ടേപ്പിന് അളന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ വി കഴുത്തിൻ്റെ അകലമാണ് ഞാനിവിടെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അകലം കറക്റ്റായിട്ട് എത്ര ഇഞ്ചാണോ അത് ഇപ്പോൾ 2 ഇഞ്ചോ 2.5 അങ്ങനെ ഓരോ അനുസരിച്ച് അടയാളം ചെയ്യാം. അപ്പോൾ അത് കറക്റ്റായിട്ട് അടയാളം ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മളത് വി ആക്കുന്നത് എങ്ങനെയാണെന്നറിയാം. അപ്പോൾ നമ്മുടെ സ്കെയിൽ എടുക്കും. അപ്പോൾ താഴോട്ടുള്ള ഇറക്കവും അകലവും മാത്രമാണ് എടുത്തേക്കുന്നത്. ഇതിൽ സ്ക്വയർ ആക്കിയിട്ടില്ല. ഇങ്ങനെ ചരിച്ച് നമ്മുടെ ആ സ്കെയിൽ വെച്ചിട്ട് അങ്ങ് വരയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കെയിൽ എടുത്ത് അതുപോലെ കറക്റ്റായിട്ട് ഇതാ വി പോലെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് ഇതാ ചോക്ക് വെച്ച് ഇത് കറക്റ്റായിട്ട് ഇതുപോലെ അങ്ങ് വരച്ച് കൊടുത്താൽ മതി കേട്ടോ.
കറക്റ്റായിട്ട് നമ്മൾ ആ സ്കെയിൽ വെച്ചിട്ട് നേരെ വി പോലെ വരച്ചിട്ടുണ്ട്. അതിനുശേഷം ആ വരച്ചതിൻ്റെ അവിടുന്ന് കുറച്ചപ്പുറത്തോട്ട് ആ സ്കെയിൽ ഒന്നും കൂടെ അതുപോലെ തന്നെ വി പോലെ വെക്കണം കേട്ടോ. കുറച്ചുകൂടെ അകലത്തിൽ നമ്മൾ ഇങ്ങനെ വി പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റിഫിൽ വെട്ടുമ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ അതുപോലെ 2 വര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ആ വരയിൽ കൂടെ നമ്മുടെ കറക്റ്റായിട്ടുള്ള ആ വി പോലുള്ള കഴുത്ത് നമ്മൾ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് അതിന് കുറച്ച് ക്യാപ്പിട്ട് നമ്മൾ അതേപോലെ തന്നെ വരച്ചിട്ടുണ്ടല്ലോ വി പോലെ, അതിങ്ങനെ വെട്ടിയെടുക്കുക. അപ്പോൾ നമ്മുടെ വി കഴുത്ത് നമുക്കിവിടെ വെട്ടിക്കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വി കഴുത്ത് എങ്ങനെയാണ് വെട്ടുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ഒരു കഴുത്ത് കൂടെ ഞാൻ വെട്ടി കാണിക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ആലില കഴുത്ത് നമുക്ക് വെട്ടാം. ഞാൻ കുറച്ച് ചെറിയൊരു പീസ് സ്റ്റിപ്പ് എടുത്തിട്ടുണ്ട്. അത് ഇത് 2ആയിട്ട് മടക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ആദ്യം എടുത്ത പോലെ തന്നെ കഴുത്തിൻ്റെ ഇറക്കം എടുക്കുക, കഴുത്തിൻ്റെ അകലം എടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കവും കഴുത്തിൻ്റെ അകലവും ഒക്കെ നമ്മൾ ആദ്യം അടയാളം ചെയ്യണം. ഇപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഇതാ ഇറക്കം അടയാളം ചെയ്തു, അതിനുശേഷം അകലം അടയാളം ചെയ്തു. അകലം അടയാളം ചെയ്തതിൻ്റെ തൊട്ട് താഴോട്ട് ടേപ്പ് വെച്ചിട്ട് നമ്മൾ എത്രത്തോളമാണ് ഇറക്കം എടുത്ത ആ ഒരു ഇറക്കം അകലത്തിൻ്റെ താഴോട്ട് ടേപ്പ് വെച്ച് ഇതേ അടയാളം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം താഴത്തെ അകലം എത്രയാണോ ആ സെയിം തന്നെയാണെങ്കിൽ അതും അതുപോലെ തന്നെ അടയാളം ചെയ്യുക. ഇപ്പം നമ്മൾ ആലില കഴുത്തല്ലേ, ഇപ്പോൾ നമ്മളൊരു സ്ക്വയർ പോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം സ്ക്വയർ പോലെ ആക്കിയിട്ട് യു കഴുത്ത് എങ്ങനെയാണ് വെട്ടിയത്, അതിൻ്റെ അകത്ത് നിർത്തിയത് യു പോലെ വരയ്ക്കുകയല്ലേ ഇതിങ്ങനെ യു പോലെ വന്നിട്ട് താഴോട്ട് വന്ന് ചെറുതായി ഒന്നിങ്ങനെ ചരിച്ച് ഇങ്ങനെ അങ്ങ് വരയ്ക്കുകയാണ് കേട്ടോ ഈ ആലില കഴുത്ത് വരുന്നത്. ഇപ്പോൾ ഞാൻ ഈ വരയ്ക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നെന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടോ, ഇങ്ങനെ അങ്ങ് വരയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. യു പോലെ വന്നിട്ട് താഴോട്ട് വരുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ അങ്ങ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ കറക്റ്റായിട്ട് വരച്ച് കൊടുത്തതിന് ശേഷം അത് ആ കഴുത്ത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആലില കഴുത്ത് ഒരുപാട് അങ്ങ് ആലിലയാക്കിയിട്ടില്ല, ചെറിയ ഒരു രീതിയിലുള്ള ഒരു ആലില കഴുത്താണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്റ്റിഫിൽ കഴുത്തുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കഴുത്തുകളായിട്ടൊന്നും കൂടെ കാണാം. ഇത് നമ്മുടെ ആലില കഴുത്താണ് കേട്ടോ. അപ്പോൾ ചെറിയ രീതിക്കുള്ള ഒരു ആലില കഴുത്താണ്. ഇത് നമ്മുടെ യു കഴുത്താണ് വെട്ടിയിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് നമ്മൾ യു പോലെ വന്നിട്ട് താഴോട്ടൊരു ചെറിയ വി പോലെ കൊടുത്തിരിക്കുന്ന കഴുത്താണ്. പിന്നെ തുണിയിൽ നമ്മൾ സ്റ്റിഫ് വെച്ച് ഒട്ടിച്ചിരിക്കുന്ന സ്ക്വയർ കഴുത്ത് കേട്ടോ. അപ്പോൾ സ്ക്വയർ കഴുത്ത് കണ്ടല്ലോ, ഇത് നമ്മുടെ വി കഴുത്ത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും കഴുത്തുകളൊക്കെയാണ് നമ്മൾ കട്ട് ചെയ്ത് പഠിച്ചതും പിന്നെ നമ്മൾ തുണിയിൽ എങ്ങനെയാണോ സ്റ്റിഫ് ഒട്ടിക്കുന്നതെന്നും കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ സെയിം സ്ക്വയർ കഴുത്ത് നമ്മൾ തുണിയിലും വെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തുണിയിൽ വെട്ടിയിരിക്കുന്ന കണ്ടോ. അപ്പോൾ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ തുണിയിൽ കഴുത്ത് വെട്ടുന്നത്, അതുപോലെ സ്റ്റിഫിൽ എങ്ങനെയാണ് കഴുത്ത് വെട്ടുന്നത്, സ്റ്റിഫ് എങ്ങനെയാണ് ഒരു തുണിയിൽ ഒട്ടിക്കുന്നതെന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കുന്ന കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ന്യൂസ് പേപ്പർ എടുക്കുക, ന്യൂസ് പേപ്പറിൽ ഇതുപോലുള്ള കഴുത്തുകളൊക്കെ ഒന്ന് അടയാളം ചെയ്ത് കട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ സ്റ്റിപ്പ് നമുക്ക് പേപ്പറിൽ വെച്ച് ഒട്ടിച്ച് പിടിപ്പിക്കാൻ പറ്റത്തില്ല, അത് തുണിയിൽ മാത്രമേ അങ്ങനെ ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ. കഴുത്തുകൾ ആദ്യം നിങ്ങൾ ഇതുപോലെ അടയാളം ചെയ്ത് ഒന്ന് വെട്ടി നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നാളത്തെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ.